സെന്റ് തെരേസസ് കോളേജിന്റെ 100ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് കോളേജ് നടത്തുന്ന മാരത്തോണിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ ഈ രാത്രി ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാത്രിയിലാണോ മാരത്തോൺ എന്ന്? അല്ല, ഈ രാത്രി ഞങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ളത് DJ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ DJ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇതൊന്നും അല്ല, അടുപ്പിൻ്റെ പുറകെ വരുന്നുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ച് കുളിച്ചൊരുങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് നേരത്തെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ഇട്ടത് കൊണ്ട് ഞങ്ങൾ കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കഴിക്കുന്ന ഈ മന്തിയില്ലേ, അത് ഞങ്ങളുടെ ജൂനിയേഴ്സിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ജൂനിയേഴ്സിന് നന്ദി അറിയിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ സെന്റ് തെരേസസ് കോളേജിന്റെ വരാന്തയിലൂടെ ഫ്രണ്ട്സിന്റെ ഒപ്പം നടക്കുവാണ്. പിന്നെ കോളേജിൻ്റെ ഒരു മൂലയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഇരിപ്പുറച്ച്, എന്നിട്ടൊരു പാട്ടൊക്കെ അങ്ങ് നൈസായിട്ട് പ്ലേ ചെയ്ത് എല്ലാവരും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരിപ്പായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കവിതയുടെ മട്ട് മാറി, എല്ലാവരും കരയാൻ തുടങ്ങി. വേറെന്തിനുമല്ല, എല്ലാ ഫ്രണ്ട്സിൻ്റെയും നല്ല സ്വഭാവങ്ങളും അവരവർക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവവും പറയണം. അത് പറഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരുടെയും കൺട്രോൾ പോയി. എല്ലാവരും ഇമോഷണലി ഭയങ്കര വീക്കായതുകൊണ്ട് അത് ഭയങ്കര വിഷമമാണ് എല്ലാവർക്കും ഉണ്ടാക്കിയത്. കരഞ്ഞ് 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 ഒരു വഴിയായപ്പോൾ ഞങ്ങളെല്ലാവരും കിടക്കാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. കാരണം ഞങ്ങൾക്ക് നാളെ മാരത്തോണിന് ഓടാൻ പോകാനുള്ളതാണ്. പിറ്റേ ദിവസം 5:30 എല്ലാവരും റെഡിയായി ഓടാൻ വേണ്ടിയിട്ട്. ഗ്രൗണ്ട് ഫുള്ള് ഓറഞ്ച് മഴ. ഓട്ടത്തിൻ്റെ ഇടയ്ക്കൊന്നും ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, കോളേജിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഓടിയത്തെ മെല്ലും ചിഹ്നവും കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു തന്നു. പിന്നെ മെഡലൊക്കെ സ്വീകരിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ മുട്ട പുഴുങ്ങിയതും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കയറി കിടന്നുറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി എല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ ഈ ഒരു കോളേജ് കൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അതായത് പെൺകുട്ടികൾ കൂടുന്നിടത്ത് എപ്പോഴും കുശുമ്പും കുന്നായ്മയാണെന്ന് പറയുന്നിടത്ത് ഞങ്ങളുടെ ബാച്ചിലെ പെൺകുട്ടികളൊന്നും അങ്ങനെയല്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പോടെ പറയാൻ പറ്റും. കാരണം ഞങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടാണ്. ഈ ഒറ്റക്കെട്ടെന്ന് പറയുമ്പോൾ അടി കൂടത്തില്ല എന്നല്ല, അടിയൊക്കെ കൂടും. പക്ഷെ അത് ഞങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കും. പിന്നെ ഞങ്ങൾ തന്നെ അത് പറഞ്ഞു തീർക്കാറുമുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.